ആദ്യത്തെ അവഗണനകൾക്കൊടുവിലാണ് അവൾ തിരിച്ചു പോകുന്നത്. ഇനി മുന്നോട്ട് ജീവിച്ചിട്ട് കാര്യമില്ല, മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഈ വ്യക്തിയുടെ ഒപ്പം. അവൾ പൂർണ്ണമായിട്ടും അവളുടേതായൊരു സ്പേസിലേക്ക് ഒതുങ്ങും, കമ്മ്യൂണിക്കേഷനെല്ലാം അവസാനിപ്പിക്കും. അതോടുകൂടി ഇവന് അവളെ ബന്ധപ്പെടാനുള്ള എല്ലാ വഴികളും അടയും. ആ നിമിഷം മുതൽ അവൻ അവഗണന അതിൻ്റെ തീവ്രമായ നൊമ്പരം അനുഭവിക്കാൻ തുടങ്ങും. ആ നിമിഷം മുതൽ അവൻ ഒറ്റപ്പെടൽ അനുഭവിക്കും, അതിൻ്റെ തീവ്രത അനുഭവിക്കും. അപ്പോഴാണ് അവൻ കുറ്റബോധത്തിലേക്ക് വഴുതി വീഴുന്നത്, പശ്ചാത്താപത്തിലേക്ക് വഴുതി വീഴുന്നത്. ഈ കുറ്റബോധത്തിലൂടെയും പശ്ചാത്താപത്തിലൂടെയും അവൻ തിരിച്ചറിയുകയാണ്, ചെയ്യരുതായിരുന്നു, തൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയി. അതെല്ലാം തൻ്റെ ഭാഗത്ത് വന്ന ഗുരുതരമായ പാളിച്ചകളാണ്. അവിടെ നിന്ന് അവൻ സ്വയം തിരിച്ചറിയാണ്, മാറണം, മാറിയിട്ട് അവളെ എനിക്ക് തിരിച്ചെടുക്കണം. പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയിട്ടുണ്ടാകും. ഒരു ലോങ് പ്രോസസ്സിലൂടെ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, പക്ഷേ സമയമെടുക്കും. അതെ, അവൾക്ക് വേണ്ട ഹോപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ വ്യക്തി പഴയ ആളല്ല, പുതിയൊരാളായി മാറി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും, അല്ലെങ്കിൽ പുതിയൊരു ജീവിതം ഇതുവഴി സാധ്യമാകുമെന്ന് അവൾക്കൊരു ഒരു പ്രതീക്ഷ കൊടുക്കുന്ന ഘട്ടം വരെ ഒരു ലോങ് ഡെഡിക്കേഷൻ ആവശ്യമാണ്.